Students, so today we are moving on to the subject that is intellectual property rights and the important questions related to that. So your exams are approaching soon. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പാർട്ട് ബി ആൻഡ് സിയുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്ക് പാർട്ട് എ ബി സി എന്ന രീതി ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ബി ആൻഡ് സിയിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ കണ്ടൻറ്റ് നിങ്ങൾക്ക് ബി ആൻഡ് സിയുടെ പാർട്ടിലെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് തരുന്ന ഒരു സി പാർട്ടിനനുസരിച്ച് എഴുതാവുന്ന രീതിയിൽ അത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടൻസ് തരുന്നത്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് we are discussing what are the questions related to the part B and C. ഇതിൽ വരാവുന്ന കുറച്ച് മേജർ ക്വസ്റ്റ്യൻസ്, അതിനകത്തൊരു 9 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്നിപ്പോൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസൊക്കെ നോക്കാം. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. അപ്പം സം ഹാവ് ഡൗട്ട്സ് റിഗാർഡിംഗ് വാട്ട് ഇസ് ദ ആൻസർ, എത്ര കണ്ടൻറ്റ് എഴുതണം, ആൻസേഴ്സ് ആയിട്ട് ബി ആൻഡ് സി ആകുമ്പോൾ എത്ര എഴുതണം, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ വീഡിയോയിൽ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, ഇത് പ്രീവിയസ് 3 ഇയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിരുന്നു, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് trademark, collective trademark, certification of trademark and well-known trademarks. ട്രേഡ്മാർക്ക് എന്ന് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് പേറ്റൻ്റ് ഉണ്ട്, പല ടൈപ്പ് കോപ്പി റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ പേറ്റൻ്റ് എന്താണ്, കോപ്പി റൈറ്റ് എന്താണ്, കളക്റ്റീവ് ട്രേഡ്മാർക്ക് എന്താണ്, ഇതെല്ലാം നിങ്ങൾ പഠിക്കണ്ട. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വന്നിരിക്കുന്നത്. സെക്കൻഡ്, വാട്ട് ആർ ദി പ്രൊവിഷൻ ഓഫ് ദി ഫാക്ടറീസ് ആക്ട് ഇൻ എൻഷുറിങ് ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്. നമുക്ക് ഫാക്ടറീസ് ആക്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ. അതിൽ തന്നെ പലതുണ്ട്, സേഫ്റ്റിക്ക് വേണ്ടി, ഹെൽത്തിന് വേണ്ടി, സാനിറ്റേഷന് വേണ്ടി, വിമൻ ആൻഡ് ചൈൽഡിന് വേണ്ടി എന്തൊക്കെ മെഷേഴ്സാണ് ഫാക്ടറി ആക്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ സേഫ്റ്റി ഓഫ് വർക്കേഴ്സിന് വേണ്ടി എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഫാക്ടറി ആക്ടിലുള്ളത്. അപ്പോൾ അതിനകത്ത് കുറച്ച് സെഷൻസ് ഉണ്ട്. ആ സെഷൻസ് ഒക്കെയാണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത്. അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഇൻ ദ ഫാക്ടറി ആക്ട് റിഗാർഡിംഗ് ദ ആനുവൽ ലീവ് വിത്ത് വേജസ്. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ റെഗുലർ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ആനുവൽ ലീവ് വിത്ത് വേജസ്. അപ്പോൾ വേജ് ഉള്ള ലീവ്സ് ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ളതിന് എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്, ഹൗ വി ക്യാൻ ടേക്ക് സച്ച് ലീവ്സ്. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ ലീവ്സ് ഉണ്ടോ, എത്ര ടൈം കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ലീവ്സ് കിട്ടുക, അങ്ങനെയുള്ള കുറച്ച് പ്രൊവിഷൻസ് വാട്ട് ഈസ് മെൻഷൻ ഇൻ ദ ഫാക്ടറീസ് ആക്ട് ഓഫ് 1948. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത്, വാട്ട് ആർ ദ പ്രീവിയസ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ സ്ട്രൈക്ക് ആൻഡ് ലോക്ക് ഔട്ട് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. അപ്പോൾ ഫാക്ടറി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ലോ റിലേറ്റഡ് ടു ഫാക്ടറി ആക്ട്, അതുപോലെ ലോ റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് ദ സ്ട്രൈക്ക് ആൻഡ് ലോക്ക് ഔട്ട്. സ്ട്രൈക്കും ലോക്ക് ഔട്ടൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും, അതിന് നമ്മൾ എന്തെല്ലാം പ്രൊവിഷൻസ് ആണ് ഈ ഒരു ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഹൗ ടു റിസോൾവ് സച്ച് കൈൻഡ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ദീസ് ആർ സം ടൈപ്പ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. സ്ട്രൈക്ക് ആണെങ്കിലും ലോക്ക് ഔട്ട് ആണെങ്കിലും ഖരാവോ ആണെങ്കിലും ഒക്കെ ഡിസ്പ്യൂട്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യും, വാട്ട് ആർ ദ പ്രൊവിഷൻസ് മെൻഷൻഡ്. ദെൻ that is the fourth question. Fifth is, describe the procedure for the settlement of the consumer dispute. ഇപ്പോൾ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഉണ്ടാവും, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഐ തിങ്ക് ദ ലാസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ അതിനകത്ത് കൺസ്യൂമർ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും, പല പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിസ്പ്യൂട്ട്സിനെല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ചിലപ്പോൾ ഡിസ്ട്രിക്ട് ഫോറത്തിനെയോ സ്റ്റേറ്റ് ഫോറത്തിനെയോ നാഷണൽ ഫോറത്തിനെയോ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കുറേ ഫോറം ഉണ്ട് നമ്മൾ റിഡ്രസലിന് വേണ്ടി. ആ റിഡ്രസലിനുള്ള ഡിസ്ട്രിക്ട് ഫോറത്തിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള റിഡ്രസലുണ്ടാവും. അപ്പോൾ അതെല്ലാമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ പ്രൊസീജിയർ ഫോളോഡ് ബൈ ദ ഡിസ്ട്രിക്ട് ഫോറം ആൻഡ് അഡ്മിഷൻ ഓഫ് എ കംപ്ലയിൻറ്റ്. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് അല്ലേ, റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യും, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ ഡിഫൈൻ ദ ലേ ഓഫ് ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് റൂൾസ് റിഗാർഡിംഗ് ദ ലേ ഓഫ്. ലേ ഓഫും ഒരു ടൈപ്പ് ഓഫ് ഡിസ്പ്യൂട്ടാണ്. കൺസ്യൂമർ ഫാക്ടറീസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ലേ ഓഫ്. അപ്പോൾ ആ ലേ ഓഫിന് എന്തൊക്കെ റൂൾസ് ഉണ്ട്, നമ്മൾ ലേ ഓഫ് കൊടുക്കുമ്പോൾ, ലേ ഓഫ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയെങ്കിൽ അപ്പോൾ നമ്മൾ എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ദെൻ എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ഓഫ് ദ പേറ്റൻറ്റ് ഹോൾഡർ അണ്ടർ ദ പേറ്റൻറ്റ് ആക്ട് ഓഫ് 1970. ഇതെങ്കിലും ഫസ്റ്റ് മൊഡ്യൂളിൽ വരും. പേറ്റൻറ്റ് ദാറ്റ് ഇസ് ഫസ്റ്റ് ട്രേഡ് മാർക്കിനുള്ളിൽ വരുന്നല്ലേ പേറ്റൻറ്റ്. അപ്പോൾ പേറ്റൻറ്റ് ആക്ട് ഉണ്ട് 1970. അതിൽ ഓരോ പേറ്റൻറ്റ് ഹോൾഡേഴ്സിന് ഓരോ റൈറ്റ്സ് ഉണ്ട്. സോ വാട്ട് ആർ ദ മേജർ റൈറ്റ്സ്. ദെൻ the ninth question is, what are the provisions of the Factory Act and the health of the workers. Provisions of the Factory Act and the health of workers എന്തൊക്കെ മെഷേഴ്സ് ആണ്. അപ്പോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ഹെൽത്ത് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്നാണ് ഫാക്ടറി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദ ഫ്യൂ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇനി ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വേണം, ഓരോ സബ്ജക്ട്സിൻ്റെ വേണമെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിൽ കയറിയാൽ, ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് കാണിക്കാം. അപ്പോൾ പ്ലേലിസ്റ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എല്ലാ വീഡിയോസും കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട്സ് ഞാൻ അവൈലബിൾ ആകുന്നതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് എവറിബഡി ഈസ് ഹാവിങ് ദ നമ്പർ 2. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ് ഇൻ എക്സ്പ്ലനേഷൻ.
സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ 4 ഷോർട്ട് നോട്ട് ഉണ്ടായിരുന്നു. അപ്പം 4 ഷോർട്ട് നോട്ട് ആകുമ്പോൾ എത്ര കുറച്ചായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ട്രേഡ് മാർക്ക് ആയിരുന്നു. വാട്ട് ഈസ് മെൻ ബൈ ഇൻഫ്രിഞ്ച്മെൻറ്റ്? ട്രേഡ് മാർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൽ ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദി അൺഓതറൈസ്ഡ് യൂസേജ് ഓഫ് എ ട്രേഡ് മാർക്ക് ദാറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ഓർ ഡിസെപ്റ്റീവ് സിമിലർ ടു ദി രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്. ഒരു രജിസ്റ്റർ ആയിട്ടുള്ള ട്രേഡ് മാർക്ക് ഉണ്ടാവും. ഏതൊരു കമ്പനിക്കാണെങ്കിൽ അവരുടേതായ ട്രേഡ് മാർക്സ് ഉണ്ടാവും. ആ ട്രേഡ് മാർക്കിനെ തന്നെ അൺഓതറൈസ് ചെയ്ത് അവരുടെ സമ്മതം ഇല്ലാതെ കുറച്ച് സിമിലാരിറ്റി എന്ന രീതിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ്, അതിനതേ മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ സിമിലർ ആയിട്ട് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺസ്യൂമേഴ്സിന് കൺഫ്യൂഷൻ ആവും, ഇതിലേതാണ് പ്രൊഡക്റ്റ്. സോ ദേ വിൽ സംടൈംസ് മെനി ഓഫ് ദ കൺസ്യൂമേഴ്സ് വിൽ ബൈ ദ അതർ പ്രൊഡക്റ്റ്. ഓക്കെ, ഇപ്പം ഗോദ്രേജ് എന്ന ഒരു കമ്പനി നിങ്ങൾക്ക് അറിയായിരിക്കും. അവരുടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. അവരുടെ എല്ലാ പേര് കമ്പനികൾ അതേ പേരിൽ ഗോദ്രേജ് എന്നാണ് അവർ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അവരെ ഓതറൈസ് ചെയ്തിട്ടാണ്, ഗോദ്രേജ് കമ്പനിയായിട്ട് ഓതറൈസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത്രയും അവർ റീച്ച് ചെയ്യില്ല, ബിക്കോസ് ഗോദ്രേജ് കമ്പനി എതിരെ പറയുമല്ലോ. ഇനി അവരുടെ സമ്മതം ഇല്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ട്രേഡ് മാർക്ക് എന്ന് പറയാം. So this means that when a consumer looks at the mark, it is likely to confuse him or her of the origin of the goods or service. എവിടെ നിന്നാണ്, ഗോദ്രേജിൻ്റെ ആണോ ഇത് ആരുടെ പ്രൊഡക്റ്റ് ആണെന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ട്രേഡ് മാർക്ക് എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെ ഒരു കേസിലാണെന്ന് പറഞ്ഞാൽ അത് ഐഡൻറ്റിറ്റി ഓഫ് രജിസ്റ്റേർഡ് മാർക്ക്. ചിലപ്പോൾ രജിസ്റ്റേർഡ് മാർക്ക് ഒരുപോലെ ആയിരിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ സിമിലാരിറ്റി വിത്ത് രജിസ്റ്റേർഡ് മാർക്ക് ആൻഡ് ഐഡൻറ്റിറ്റി ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ്. പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസും സിമിലർ ആണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഗോദ്രേജിൻ്റെ അതേ പ്രൊഡക്ട്സ് തന്നെയാണ് ഗോദ്രേജും വിൽക്കുന്നതെങ്കിൽ ദർ ഇസ് അല്ലേ സിമിലർ പ്രൊഡക്ട്സ് വിൽക്കാം. അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വിത്ത് ദ രജിസ്റ്റേർഡ് മാർക്ക് ആൻഡ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രീസംഷൻ ഓഫ് കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ രജിസ്റ്റേർഡ് മാർക്സും യൂസ് ചെയ്യുന്നുണ്ട്, സർവീസസും ഗുഡ്സും ഒക്കെ സെയിം ആയിട്ട് വരുന്നു. അങ്ങനെയും ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റ് സംഭവിക്കാം. ദെൻ ഐഡൻറ്റിറ്റി വിത്ത് ദ രജിസ്റ്റേർഡ് മാർക്ക് ഹാവിങ് റെപ്യൂട്ടേഷൻ ഉള്ളൊരു കമ്പനിയുടെ ഒരു രജിസ്റ്റേർഡ് മാർക്ക് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾസോ a kind of infringement. Then similarity of the trademark with the registered trademark or application of registered mark on labeling, packaging, knowing it is sans authorization. അപ്പം ഓതറൈസ്ഡ് ആണ് എന്ന് നമ്മൾ പറ്റിക്കപ്പെട്ട് എന്നുവെച്ചാൽ ഓതറൈസ്ഡ് ആണ് എന്ന വ്യാജേന നമ്മളുടെ പ്രൊഡക്റ്റിന് വേറൊരു കമ്പനിയുടെ പേര് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കുറേ ഷർട്ട്സ് ഒക്കെ ഉണ്ടാവും, ബ്രാൻഡഡ് ഷർട്ട്സ് ഒക്കെ. പക്ഷേ ഈ ബ്രാൻഡഡ് ഷർട്ട്സിൻ്റെ അതേ പേരിൽ തന്നെ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് ഇറങ്ങാറുണ്ട്. അപ്പോൾ അവർ ഇതിൻ്റെ തന്നെ സിമ്പിൾ എടുത്ത് ഈ ഷർട്ടിലും വയ്ക്കും. അത് അറിയുന്നില്ല, ആൾക്കാർ അറിയാണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസും എല്ലാം എന്താ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ട്രേഡ് മാർക്കാണ്. ദെൻ യൂസ് ഓഫ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഇൻ അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ ഇനി ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണിക്കുമ്പോൾ വേറൊരു കമ്പനിയുടെ ട്രേഡ് മാർക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾസോ a infringement act practice. So these are the major infringement practices in trademark. Like it is just this unauthorized use of a mark which is identical or deceptive similar to the original or registered trademark, which will confuse the consumers. എവിടെ നിന്നാണ് ഈ പ്രൊഡക്റ്റ് വന്നത്, ഇതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് എവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് നോട്ട് സപ്പോർട്ടഡ് ബൈ എനി ഓഫ് ദി കമ്പനീസ് അല്ലേ. ഒരു റെപ്യൂട്ടഡ് കമ്പനീസ് ആണെങ്കിൽ അവർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, ബിക്കോസ് ദെയർ സെയിൽസ് വിൽ റെഡ്യൂസ്. അവരുടെ പ്രൊഡക്ട്സ് ആണെന്ന് വിചാരിച്ച് വേറെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നില്ലേ ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇത് അത്ര സമ്മതിക്കുന്ന ഒരു കൺസെപ്റ്റ് അല്ല. ഇനി സെക്കൻഡ് ഷോർട്ട് നോട്ടിൽ വന്നിരുന്ന വാട്ട് ഈസ് കളക്റ്റീവ് ട്രേഡ് മാർക്ക് എന്നാണ്. ട്രേഡ് മാർക്കിൻ്റെ ഒരു ടൈപ്പാണ് കളക്റ്റീവ് ട്രേഡ് മാർക്ക്. ദ മാർക്സ് ബീങ് യൂസ്ഡ് ബൈ എ കമ്പനി ഓഫ് the group of companies can now be protected by the group collectively. So collective marks are used to inform the public about a particular feature of a product for which the collective mark is used. ഇപ്പം കുറച്ച് 2-3 കമ്പനികൾ ഒരുമിച്ചൊരു ട്രേഡ് മാർക്സ് യൂസ് ചെയ്യുന്ന നിങ്ങൾ കേൾക്കാറുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ കളക്റ്റീവ് ട്രേഡ് മാർക്ക് എന്ന കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ നമ്മളുടെ എല്ലാവരുടെയും സിമിലർ ആണ് എന്ന് കൺസ്യൂമേഴ്സിനെ അറിയിക്കാൻ വേണ്ടി നമുക്ക് ഈ കളക്റ്റീവ് ട്രേഡ് മാർക്സ് യൂസ് ചെയ്യാം. Then the owner of such marks may be an association or a public institution or a cooperative. Collective marks are also used to promote the particular products which have certain characteristics specific to the producer in a given region. ഇപ്പോൾ ഒരു റീജിയന് ഉള്ള പ്രൊഡക്ട്സിനൊരു ഓൾ ടുഗെദർ ഒരു മാർക്ക് കൊടുക്കാം, അത് കളക്റ്റീവ് മാർക്കാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BIS, ISI ഇതെല്ലാം ഓരോ ട്രേഡ് മാർക്ക് പോലത്തെ സിമ്പിളാണ് അല്ലേ, മാർക്സ് ആണ്. പക്ഷേ BIS എന്ന് പറയുന്നത് കമ്പനിയുടെ ആണോ? അല്ല. പല പ്രൊഡക്റ്റുകൾക്ക് ഇപ്പോൾ ഗോൾഡിൻ്റെ പല
കമ്പനി പ്രൊഡക്ട്സിനാണെങ്കിലും മലബാർ ആണെങ്കിലും BBA ആണെങ്കിലും അലപ്പാട്ടാണെങ്കിലും ജോസ് കോൺലി ഇവരെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് BIS എന്നത്. സോ ഇറ്റ് ഈസ് എ കളക്റ്റീവ് മാർക്ക്. അതുപോലെ ISI പ്രൊഡക്ട്സ് എത്ര ഉണ്ട്, ISO, ഇതെല്ലാം കളക്റ്റീവ് മാർക്സ് എന്ന കൺസെപ്റ്റിൽ വരും. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ വേണ്ടിയിട്ടോ, ഇപ്പോൾ BSIയും ISI ഒക്കെ എന്താ അതിൻ്റെ സർട്ടിഫിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്തെങ്കിലും ഫീച്ചർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മാർക്കിനെയാണ് കളക്റ്റീവ് മാർക്സ് എന്ന് പറയുക. FSSAIയും ഫുഡ് പ്രൊഡക്ട്സിലെല്ലാം നിങ്ങൾക്ക് ബാക്കിൽ അതിൻ്റെ പാക്കേജിങ്ങിൽ നോക്കിയാൽ FSSAI എന്ന് കാണാം. ദാറ്റ് ഈസ് എ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ ഒരു അതറൈസേഷനും എന്താ ഒരു കളക്റ്റീവ് മാർക്കാണ്. സോ ദിസ് ഇസ് കോൾഡ് എ കളക്റ്റീവ് mark. First നമ്മൾ പറഞ്ഞു what is the infringement of trademark. Second, what is a collective trademark, which is also a content or a type of trademark. Third one is how to do the certification of trademark. ട്രേഡ്മാർക്കിൻ്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ട്രേഡ്മാർക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. സോ the certifies with the respect of origin, material and the mode of manufacture, performance, quality, accuracy or other characteristics. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ, ഒരു ട്രേഡ്മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ എന്താണ് അതിൻ്റെ ഒറിജിൻ, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പെർഫോമൻസ്, ക്വാളിറ്റി, അക്യുറസീസ്, അതർ ക്യാരക്ടറിസ്റ്റിക്സ്, കളർ, ഷേപ്പ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും. സോ ദീസ് ആർ ദ തിങ്സ് വാട്ട് ഇസ് റിക്വയർഡ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ്മാർക്ക്. സോ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ട്രേഡ്മാർക്കിന് രജിസ്ട്രേഷന് വേണ്ടി, ആ സർട്ടിഫിക്കേഷൻ അല്ല ഇത്, ആ സർട്ടിഫിക്കേഷൻ്റെ രജിസ്ട്രേഷന് വേണ്ടി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് one is whether the applicant is competent to certify the product in respect of which the mark is to be registered. അപ്പോൾ നമ്മളൊരു മാർക്കിനെയാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു മാർക്കിന് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ ആ ആപ്ലിക്കൻ്റ് ഉണ്ടാക്കുന്നത്, ദാറ്റ് വി വോണ്ട് ടു സി. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ്, whether the draft of the registration is satisfactory. നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ മാർക്ക്, വേറെ എവിടെയും കോപ്പി ഇല്ലാതെ ഇവരുടെ മാത്രമായിട്ടുള്ള സോൾ പ്രൊഡക്റ്റാണ്, അവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്, അതെല്ലാം നമ്മൾ ആ ഡ്രാഫ്റ്റ് ഓക്കെ ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. Then whether in all circumstances the registration applied for would be of public advantage. ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് അത് പബ്ലിക്കിനൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലാണോ, പബ്ലിക് അഡ്വാൻറ്റേജ് ഉള്ള കൺസെപ്റ്റ് ആണോ എന്നതും നമ്മൾ അപ്രൂവ് ചെയ്യേണ്ടതാണ്. സോ ദീസ് ആർ 3 കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കേഷൻ ഫോർ ദ ട്രേഡ്മാർക്ക്. ഓക്കെ, സോ ദിസ് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് വൺ വാസ് വാട്ട് ഈസ് വെൽ നോൺ ട്രേഡ്മാർക്ക്. ഇതും ഒരു ടൈപ്പ് ഓഫ് ട്രേഡ്മാർക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കളക്റ്റീവ് ട്രേഡ്മാർക്സ് പോലെ തന്നെ ഇറ്റ്സ് എ ടൈപ്പ് വെൽ നോൺ ട്രേഡ്മാർക്സ്. So when a mark is easily recognized among a large percentage of a population, it achieves this trademark status of a well-known mark. വെൽ നോൺ എന്നല്ലേ, അപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന, എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് കത്തുന്ന രീതിയിലുള്ളൊരു മാർക്കിനെ നമുക്ക് വെൽ നോൺ മാർക്ക് എന്ന് പറയാം. So large percentage of the population know or recognize the mark easily. It is called a well-known trademark. അപ്പോൾ ട്രേഡ്മാർക്കിൻ്റെ സ്റ്റാറ്റസ് മാറുവാണ് to a well-known one. So well-known marks enjoy greater protection. Persons will not be able to register or use marks which are imitations of the well-known trademarks. ആർക്കും അതേപോലത്തെ മാർക്ക് നമുക്ക് വേറെ ഒരു ആൾക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, because it is already registered in the minds of the customer. So nobody is allowed to take a similar mark. Then in order to be a well-known, a trademark need to know recognized by a relevant section of people. ഏതെങ്കിലും ആൾക്കാർ അറിഞ്ഞാൽ പോരാ, കുറച്ച് എക്സ്പേർട്ട് ആൾക്കാർ എന്ന രീതിയിൽ അവരറിഞ്ഞാൽ മാത്രമേ നമുക്ക് വെൽ നോൺ ട്രേഡ്മാർക്കായിട്ട് മാറാൻ പറ്റൂ. സോ ദീസ് പീപ്പിൾ ഇൻക്ലൂഡ്സ് ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആൻഡ് ദ പീപ്പിൾ ഇൻവോൾവ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബിസിനസ് സർവീസ് ഡീലിംഗ് വിത്ത് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അതുപോലെ ദ പ്രൈം കൺസ്യൂമേഴ്സുമാണ് ഈ പീപ്പിൾ. ദേ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ്, ദേ വോണ്ട് ടു ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് ഓൺ ദ സീയിങ് ഓഫ് ദ മാർക്ക്. ഇപ്പം മെഴ്സഡീസിൻ്റെ പടം അല്ലെങ്കിൽ ജാഗ്വറിൻ്റെ പടം, ഇങ്ങനെയുള്ള ഓരോ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മുടെ മനസ്സിൽ രജിസ്റ്റേർഡായി. ഫോർ എക്സാമ്പിൾ ആപ്പിളിൻ്റെ ആ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ പ്രസ്റ്റീജ് പ്രോഡക്റ്റ്. ആ മാർക്ക് അങ്ങനെ വെൽ നോൺ ആയി. നോർമൽ ട്രേഡ് മാർക്ക് ആയിരുന്നു, ബട്ട് ഡ്യൂ ടു ദ റെക്കഗ്നിഷൻ ബൈ എ ലാർജ് വെറൈറ്റി ഓഫ് പീപ്പിൾ ഓർ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓട്ടോമാറ്റിക്കലി ദ ട്രേഡ് മാർക്ക് ഹാവ് ടേൺഡ് ഇൻ ടു എ വെൽ നോൺ മാർക്ക്. ദാറ്റ് ഇസ് എ ഫോർത്ത് വൺ. And the fifth one is passing off. Passing off in the concept. What is meant by passing off? The illegal act of selling a product which is similar to one that another company has legally protected by a trademark. ഇപ്പം ഒരാൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഒരു പ്രൊഡക്റ്റിന് ഒരു ട്രേഡ് മാർക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അതേ കാര്യം തന്നെ സിമിലറായിട്ട് വേറൊരു കമ്പനി യൂസ് ചെയ്യുന്നു, അതേ സാധനം വിത്തൗട്ട് ദ അപ്രൂവൽ ഫ്രം ദ ഒറിജിനൽ വൺ. അപ്പോൾ ഇല്ലീഗലായിട്ട് നമ്മൾ വേറൊരാളുടെ യൂസ് ചെയ്യാണ് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി. ഇറ്റ് ഇസ് നോൺ ആസ് പാസിംഗ് ഓഫ്. സോ ദ ഇല്ലീഗൽ ആക്ട് ഓഫ് സെല്ലിംഗ് എ പ്രൊഡക്റ്റ് വിച്ച് ഇസ് സിമിലർ ടു വൺ
that another company has legally protected by a mark. So passing off is a common law tort which can be used to enforce unregistered trademark right. അപ്പോൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് മാർക്കുകൾ ഇപ്പം ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്യാത്ത അങ്ങനെയുള്ള ട്രേഡ് മാർക്സിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യില്ല. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്തിരിക്കണം. ദ ടോട്ട് ഓഫ് പാസിംഗ് ഓഫ് പ്രൊട്ടക്ട്സ് ദ ഗുഡ് വിൽ ഓഫ് ദ ട്രേഡർ ഫ്രം മിസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ലോ വരുമ്പോൾ എന്താ, മിസ് റെപ്രസെൻറ്റേഷനിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ വേറൊരു പ്രൊഡക്റ്റിന് നല്ലൊരു കമ്പനിയുടെ ട്രേഡ് മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം മറ്റേ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മിസ് റെപ്രസെൻറ്റേഷനാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ലൂസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So the law of passing off prevents one trader from misrepresenting goods and services as goods and services of another, and also prevents a trader from holding out his or her goods or services as having some association with connection with the another which is not true. അപ്പം ചിലപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ തന്നെ എന്ന് പറയും, ആ ഒരു കമ്പനീൻ്റെ ഇപ്പോൾ മേഴ്സഡീസിന് അതേ സിമ്പിൾ എടുത്ത് വേറൊരാൾ യൂസ് ചെയ്യുന്നു, അപ്പോൾ അവിടെ പാസിംഗ് ഓഫാണ് നടക്കുന്നത്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ലോ വരും. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഒന്നെങ്കിൽ ആ പ്രൊഡക്റ്റ് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കാൻ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാണ് എന്നും വിചാരിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മിസ്റെപ്രസെൻറ്റേഷൻസിന് എഗെയിൻസ്റ്റ് നമുക്ക് ലോ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ ലോ ഓഫ് പാസിംഗ് ഓഫ്. സോ ദീസ് ആർ ദ 5 terms that were asked to be explained in the short notes. First one was what is infringement of trademark, pinna collective trademark, certification of trademark and well-known trademarks, and the last one is passing off. Okay, so this is the first question. So next one is what is the provision of Factory Act in ensuring the safety of workers? Then the second question, safety of workers ന് വേണ്ടി ഫാക്ടറീസ് ആക്ടിൽ എന്തെല്ലാം പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ദ ഫാക്ടറി ആക്ട് നമുക്കറിയാം 1948 ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു സേഫ്റ്റി വർക്കേഴ്സ് ഫോർ ദ വർക്കേഴ്സ് എംപ്ലോയ്ഡ് ദെയർവിൻ. അവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സേഫ്റ്റി വേണം അല്ലേ. കുറേ മെഷീൻസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അവരൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊവിഷൻസ് തന്നെ കൊണ്ടുവന്നത് ഇൻ ദ ഫാക്ടറീസ് ആക്ട്. അപ്പോൾ അതിൽ സെഷൻ 17 to സെഷൻ 45 ഓഫ് ദ Factories Act have given some of the provisions for the safety of workers. ഇതൊക്കെ സെഷൻസ് ആണെന്ന് നോക്കുക. 17 to 45 ആണ് എന്നതെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആസ് എ ഹോൾ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഓരോ സെഷനിൽ എന്ത് വരുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. So section 17, under the session it has described that there should be a proper arrangement of lighting in the ഫാക്ടറീസിൽ ഫുള്ളി ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ നാച്ചുറൽ ലൈറ്റിംഗ് ലൈക്ക് സൺ ആവാം, അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ബൾബോ ട്യൂബ്സോ വെച്ചിട്ടോ അവിടെ വർക്കിംഗ് പ്ലേസിൽ ലൈറ്റ്സ് ഉണ്ടാവണം. ബിക്കോസ് മെഷീൻസ് ഉണ്ട്, അപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ്. 17 പറഞ്ഞിരിക്കുന്നത് ലൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. സെഷൻ 21 പറഞ്ഞിരിക്കുന്നത് the fencing of the machinery. That is machinery need to be fenced. എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ അതിൻ്റെ പുറത്തൂടെ ഉണ്ടാവണം. ചില മെഷീനറീസ് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. അപ്പോൾ ആൾക്കാർ അതിലേക്ക് തൊടുവോ അതുമായിട്ട് ടച്ചിൽ വന്നാൽ ചിലപ്പോൾ അവരെ ഹാം ചെയ്യാം. അങ്ങനെയുള്ള മെഷീൻസിലെല്ലാം എന്ത് വേണം, ഒരു ഫെൻസിങ് ചെയ്തിരിക്കണം. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് അതിൻ്റെ പുറത്തൂടെ ഡു നോട്ട് എൻറ്റർ എന്നെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എ ഫെൻസിങ്. ദെൻ സെഷൻ 23 ഹാസ് സെഡ് ദാറ്റ് ചെറിയ പിള്ളേർ, ഇപ്പോൾ യങ് പേഴ്സൺസ് ഉണ്ടാവുമല്ലോ, അവരെ ഒന്നും എംപ്ലോയ്മെൻറ്റിന് വേണ്ടി ഈ ഡേഞ്ചറസ് മെഷീൻസിൻ്റെ അടുത്ത് വിടാൻ പാടില്ല. അല്ലെങ്കിൽ വിടുകയെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പർ ഒരു സൂപ്പർവിഷനിലൂടെ തന്നെ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ഫുള്ളി ഇൻസ്ട്രക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ അവരെ പാസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ദ യങ് പീപ്പിൾ മീൻസ് ജസ്റ്റ് 18 to 20 ഏജ് ഒക്കെ ഉള്ളവർ, അവർ 18 years കൂടെ നമുക്ക് വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അത്രയും ചെറിയ ആൾക്കാരൊന്നും നമ്മൾ ഡേഞ്ചറസ് മെഷീൻ്റെ അടുത്തോട്ട് വിടാൻ പാടില്ല. അതാണ് സെഷൻ 23 പറഞ്ഞിരിക്കുന്നത്. ദെൻ സെഷൻ 24 says that the session provides provision of the striking gear and the devices for cutting of power in case of emergency. That is, every factory should have a special device for cutting off power in emergency from a running machinery. ചിലപ്പോൾ മെഷീനറി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാൽ പെട്ടെന്ന് അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ സ്വിച്ച് വരെ പോകാതെ തന്നെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണം. ബിക്കോസ് ആ ആക്സിഡൻറ്റ് കാരണം അവരുടെ ലൈഫിനെ ഒന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ചില മൂവിങ് ബെൽസ് ഒക്കെ ഉണ്ടാവും, അതിനകത്ത് ആളൊക്കെ പെട്ടാൽ അവർ മരിച്ചു പോകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെക്കാനിസംസ് കൊണ്ടുവരണമെന്നാണ് സെഷൻ 24 പറഞ്ഞിരിക്കുന്നത്. Then section 28 says that the session prohibits the working of women and children on specific machinery. ചില ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീനറീസിൽ ഒരിക്കലും ഈ കോട്ടൺ പ്രസ്സിങ് പോലെയുള്ള കൺസെപ്റ്റ് അങ്ങനെയുള്ളിടത്തും വിമനെയും ചിൽഡ്രനെയും ഒന്നും നമ്മൾ ഇൻവോൾവ് ചെയ്യരുത് എന്നതാണ് സെഷൻ 28 പറഞ്ഞിരിക്കുന്നത്.
Then section 32 says that the floors, all the floors, stairs, passages and gangs should be properly constructed and maintained, and there is no chance of splits or fall. അതിൻ്റെ ഇടയിൽ ഇപ്പം സ്റ്റെയർ കേസിൻ്റെ ഇടയിലോ പാസേജിൻ്റെയോ ഗ്യാങ് വേസിൻ്റെ ഇടയിലൊന്നും ഒരു രീതിയിലുള്ള ഗ്യാപ്പോ സ്ലിപ്സോ ഒന്നും ഉണ്ടാവരുത്, തെന്നി വീണാനോ ഫോൾ ചെയ്യാനോ ഒന്നും ചാൻസ് ഉണ്ടാവരുത്. അതാണ് സെഷൻ 32 പറഞ്ഞിരിക്കുന്നത്. സെഷൻ 4 പറഞ്ഞിരിക്കുന്നത് നോ പേഴ്സൺ ഇൻ എനി ഫാക്ടറി ഷാൽ ബി എംപ്ലോയ്ഡ് ടു ലിഫ്റ്റ്, ക്യാരി ഓർ മൂവ് എനി ലോഡ് സോ ഹെവി ദാറ്റ് ഇറ്റ് മേ കോസ് എൻ ഇഞ്ചുറി. അയാളുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വെയിറ്റ് എടുക്കുന്ന പരിപാടികളൊന്നും കൊടുക്കരുത് ഫാക്ടറിയിൽ എന്നാണ് ഈ ഒരു ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് മാക്സിമം ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന വെയിറ്റ്. ആ ലിമിറ്റിനെ കഴിഞ്ഞ് പോകാൻ പാടില്ല എന്നുള്ള പ്രൊവിഷനാണ് സെഷൻ 34 പറഞ്ഞിരിക്കുന്നത്. ദെൻ സെഷൻ 35 says that the section provides specification regarding the safety and protection of eyes of the workers. അപ്പോൾ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഗോഗിൾസോ അല്ലെങ്കിൽ സ്ക്രീൻസോ, ഈ ഡ്രില്ലൊക്കെ ചെയ്യുന്നവരുടെ കയ്യിലൊരു ഒരു സാധനം ഉണ്ടാവുമല്ലോ ഫേസ് കവർ ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഗൂഗിൾസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് വേണം അവർ വർക്ക് ചെയ്യാൻ, ബിക്കോസ് ഇറ്റ് ഷുഡിൻ ഡാമേജ് ദ ഐസ് ഓർ കോസ് എനി ഇഞ്ചുറി ടു ദ ഐസ്. അതാണ് സെഷൻ 35 പറയുന്നത്. ദെൻ സെഷൻ 36 says that as per this section it is provided that no worker shall be forced to enter any chamber, tank or pit, pipe, flue or any other confined place in any factory in which any kind of gas, fume or vapor or dust comes. ഭയങ്കര പുകയുള്ള ഇതിലേക്കോ ഡസ്റ്റുള്ളതിലേക്കോ ഒന്നും ആൾക്കാരെ ഇറക്കി വിടാൻ പാടില്ല എന്നതാണ് ഈ ഒരു ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അത് ചിലപ്പോൾ അവരുടെ ബ്രീത്തിങ് എഫക്റ്റ് ചെയ്യാം, അപ്പോൾ റിസ്കി പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കൺഫൈൻഡ് ആയിട്ടുള്ള ഏരിയാസിലേക്കൊന്നും ആൾക്കാരെ ഇറക്കരുതെന്നുള്ള കൺസെപ്റ്റാണ് സെഷൻ 36 പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെയുള്ള മെഷീൻസിൽ പാട്ടുകൾ ഉണ്ടാവും, ചിലപ്പോൾ സൂപ്പർവിഷൻ ആവശ്യമുള്ള. അങ്ങനെ എടുത്തോട്ട് ഇപ്പോൾ ചെയ്യുന്നത് റോബോട്ട്സിനെയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ റോബോട്ട്സിനെയാണ് ഇറക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് കുഡിൻ കോസ് എനി കൈൻഡ് ഓഫ് റിസ്ക് ഓർ ഇഞ്ചുറി ടു ദ പീപ്പിൾ. അപ്പോൾ അതാണ് സെഷൻ 36 പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 38 പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർ പ്രിക്കോഷണറി മെഷേഴ്സ് നീഡ് ടു ബി ബിൽഡ് ഫോർ ഫയർ. എന്തെങ്കിലും കേസിൽ ഫയർ ഔട്ട് ബ്രേക്ക് വന്നാൽ എങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം, എങ്ങനെ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യണം, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് വെക്കുന്ന കാര്യങ്ങൾ, പിന്നെ എസ്കേപ്പ് ഡോസ് വെക്കുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ മോക്ക് ഡ്രിൽസ് എല്ലാം നടത്താറുണ്ട് ഫാക്ടറീസിൽ. ഇടയ്ക്കിടയ്ക്ക് ഫയർ അലാം കാണിച്ച് അവരെങ്ങനെ വർക്ക് ചെയ്യും, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ് സെഷൻ 38 പറഞ്ഞിരിക്കുന്നത്. ദെൻ സെഷൻ 45 the session specifies that in any factory there should be a proper maintained and well equipped first aid box or cupboard with the prescribed contents. First aid box വേണമെന്നുള്ള കൺസെപ്റ്റാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 150 വർക്കേഴ്സ് ഉള്ള ഒരു വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണെങ്കിൽ അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എങ്കിലും മിനിമം വേണം. ഓക്കെ, 500 കൂടുതലാണെങ്കിൽ ആംബുലൻസ് സർവീസസും വിത്ത് പ്രോപ്പർ ഫെസിലിറ്റീസ്, ഓക്സിജൻ സിലിണ്ടേഴ്സും സ്ട്രെച്ചേഴ്സും ഒക്കെയുള്ള ഒരു ആംബുലൻസ് തന്നെ വേണമെന്നാണ് 500 എംപ്ലോയീസിൽ വർക്കേഴ്സിൽ കൂടുതലുള്ള ഒരു ഫാക്ടറിയിൽ. സോ ദീസ് ആർ ദ മേജർ പ്രൊവിഷൻസ് ഇൻ ദ ഫാക്ടറീസ് ആക്ട് റിഗാർഡിംഗ് ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കണ്ടൻറ്റ് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സിംപ്ലറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇപ്പോൾ സെഷൻ 17 to 45 വരെയുണ്ട്. എല്ലാ സെഷൻസും ഇല്ല. 17 കഴിഞ്ഞാൽ പിന്നെ 21 ആണ്, 22 ഇല്ല. അങ്ങനെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ പഠിക്കാം. ഇപ്പോൾ സെഷൻ 17 പറഞ്ഞിരിക്കുന്നത് എന്താ, ലൈറ്റിംഗ് ഫെസിലിറ്റീസിനെ പറ്റിയിട്ടാണ്. ഐ വിൽ ഹൈലൈറ്റ് ദാറ്റ്. സെഷൻ 17 പറഞ്ഞിരിക്കുന്നത് അബൌട്ട് ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് വേണമെന്ന് ആർട്ടിഫിഷ്യൽ ഓർ നാച്ചുറൽ. ദെൻ 21 ഫെൻസിങ്ങിനെ പറ്റി. 23 യങ് പീപ്പിളിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം ഡേഞ്ചറസ് മെഷീൻ്റെ അടുത്ത്. 24 കട്ടിംഗ് ഓഫ് പവർ വേണം, അപ്പാർട്ട് ഫ്രം ദ മെയിൻ സ്വിച്ച് അല്ലാതെ ഒരു കൺസെപ്റ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 28 വിമൻ ആൻഡ് ചിൽഡ്രനെ ഇൻക്ലൂഡ് ചെയ്യരുത് ഡേഞ്ചറസ് മെഷീൻസിൻ്റെ അടുത്ത്, ലൈക്ക് കോട്ടൺ പ്രസ്സിങ്, അതാണ് പറഞ്ഞത്. 32 റിലേറ്റഡ് ടു ദ ഫ്ലോർ ആൻഡ് സ്റ്റെയർസ്. ഇറ്റ് ഷുഡ് ബി വെൽ മെയിൻറ്റെയിൻ ആൻഡ് ദർ ഷുഡ് ബി നോ സ്പ്ലിറ്റ്സ് falls in between. പിന്നെ 34 പറഞ്ഞിരിക്കുന്ന കൂടുതൽ വെയിറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത വെയിറ്റ് മാത്രമേ എടുപ്പിക്കാൻ പാടുള്ളൂ, അതിന് കൂടുതൽ എടുക്കാൻ പാടില്ല. ദെൻ 35 അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഐസ്, അതിന് വേണ്ടി ഗൂഗിൾസോ സ്ക്രീൻസോ യൂസ് ചെയ്യുക. ദെൻ 36 ഗ്യാസ്, ഫ്യൂം, വേപ്പേഴ്സ് ഒക്കെ ഉള്ള ഡസ്റ്റൊക്കെ ഉള്ള ഇതിനകത്തോട്ടൊന്നും ആൾക്കാരെ ഇറക്കി വിടരുത് എന്ന കൺസെപ്റ്റാണ് 36 പറഞ്ഞത്. 38 ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫയറിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെന്ത് പ്രിക്കോഷൻ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് 45 ഫസ്റ്റ് എയ്ഡ് ബോക്സിനെ പറ്റി. ദാറ്റ് 150 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എങ്കിലും, മോർ ദാൻ 500 ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ്. സോ ദീസ് ആർ ദി മേജർ പ്രൊവിഷൻസ് ഓഫ് ദ ഫാക്ടറീസ് ആക്ട് ഫോർ ദ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ദി വർക്കേഴ്സ് ഇൻ ദ ഫാക്ടറി. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്
ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫസ്റ്റ് വൺ തന്നെ കുറച്ച് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ഫസ്റ്റ് വൺ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ട്രേഡ്മാർക്ക്, ദെൻ കളക്റ്റീവ് ട്രേഡ്മാർക്ക്, സർട്ടിഫിക്കേഷൻ ഓഫ് ട്രേഡ്മാർക്ക്, വെൽ നോൺ ട്രേഡ്മാർക്ക്, പാസിംഗ് ഓഫ് വരെ പറഞ്ഞു. പിന്നെ പ്രൊവിഷൻസ് ഫോർ ദ ഫാക്ടറീസ് ആക്ട് ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സും പറഞ്ഞു. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് എവറിബഡി അണ്ടർസ്റ്റുഡ് ദസ്. അപ്പം നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാവുന്നുള്ളത് ദ പ്രൊവിഷൻ ഇൻ ദ ഫാക്ടറീസ് ആക്ട് റിഗാർഡിംഗ് ദ ആനുവൽ ലീവ് വിത്ത് വേജസ് ആണ്. അത് കുറച്ചുണ്ട്, അപ്പോൾ ഞാൻ സിംപിളറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ സ്ട്രൈക്ക് ഔട്ട് ആൻഡ് ലോക്ക് ഔട്ട് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഇഫ് യു having any doubts, you can contact me on its number 9645848557. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, സോ അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺ. ആൻഡ് ദോസ് ഹു ഹാവ് വാച്ച് എനി ഓഫ് ദ വീഡിയോസ് റിഗാർഡിംഗ് ദ മൊഡ്യൂൾ വൈസ് എക്സ്പ്ലനേഷൻ, യു ക്യാൻ സീ ഇറ്റ് ഓൺ ദ പ്ലേലിസ്റ്റ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ഉണ്ടാവും, അപ്പോൾ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് വാച്ച് ഇറ്റ്. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ ലേറ്റർ അപ്ഡേറ്റ്സ് ഓൺ ദ വീഡിയോസ്. നമ്മളുടെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ ആൻഡ് സ്റ്റഡി വെൽ ഫോർ യുവർ എക്സാം. താങ്ക് യു.